ഓക്കെ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന പാർട്ട് പ്രോഗ്രാം. സി, ഒരു പ്ലേറ്റ് ആണ്. ഇൻ പ്ലേറ്റ് ഇറ്റ് ഈസ് ഗിവൺ P1, P2 ആൻഡ് P3. ഞാൻ 3 ഹോൾ മാത്രമേ ഇന്നലെ തന്നിരുന്നുള്ളൂ. ആക്ച്വലി 4 ഹോൾസ് ഉണ്ട്, പക്ഷേ എനിക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 3 ഹോൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇതിനകത്ത് P1 എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചായിരുന്നു. 25, 30 ആണ് അല്ലേ. P2ൻ്റെ കോർഡിനേറ്റ്സ് 50, 80 ആണോ അല്ലേ. P3യുടെ കോർഡിനേറ്റ്സ് 100, 110 ആണ്. ആണോ? അതൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. P1, P2, P3 3 ഹോളിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് എത്രയാണ്? ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഈ Z0 ആവുന്ന പോയിന്റ് എവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? Z0 ആവുന്ന പോയിന്റ് എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? 60 മില്ലിമീറ്റർ എബവ് ദി വർക്ക് ടേബിൾ ആണ് അല്ലേ. ബി എന്ന് പറയുന്ന പോയിൻ്റാണ് Z0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് അല്ല. ഈ ഫിഗർ എനിക്ക് എപ്പോഴും കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ പ്രോഗ്രാം ആയിരിക്കും പറയുന്നത്. പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ എല്ലാവരും ബുക്കിനകത്ത്. ഫിഗർ എല്ലാവരും ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ ബുക്കിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് കമാൻഡ്സ് പറയാം. കമാൻഡ്സ് നിങ്ങൾ പറയണം. ഇന്നലെ പറഞ്ഞ 4 ലൈൻ ഞാൻ ഒന്നും കൂടെ എഴുതുമ്പോൾ ആ 4 ലൈൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയണം. ഓക്കെ, N01 എന്താ ഉദ്ദേശിക്കുന്നത്? N01 എന്താ ഉദ്ദേശിക്കുന്നത്? സീക്വൻസ് നമ്പർ. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Z ആക്സിസിൻ്റെ ഒറിജിൻ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്തൊക്കെ അല്ലേ. ആണോ? അതെ. അതുപോലെ തന്നെ നമുക്ക് ഏന്ന് പറഞ്ഞ പോയിൻ്റാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന ഒറിജിൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോയിൻ്റ്, ആ ഫിഗർ നോക്കിക്കേ. ആ ഫിഗറിനകത്ത് എന്ന് പറഞ്ഞ പോയിൻ്റ് എനിക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് G92 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റം ഫിക്സ് ചെയ്യാൻ വേണ്ടി. G92 ഞാൻ X0 ഫിക്സ് ചെയ്യുന്നു, Y0 ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, X0 ഫിക്സ് ചെയ്യുന്നു, Y0 ഫിക്സ് ചെയ്യുന്നു. ആണോ? Z എവിടെ ഫിക്സ് ചെയ്യുന്നത്? Zൻ്റെ 0 എവിടെയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? Zൻ്റെ 0 എന്ന് എവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്? 60 മില്ലിമീറ്റർ എബവ് ദ ടേബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് G92 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ G92 എന്ന് പറയുന്ന പ്രീസെറ്റ് കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡേറ്റം കോഡ് ഉപയോഗിച്ച് X0, Y0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. X0, Y0 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഏത് പോയിന്റാണ്? ആ ഫിഗറിനകത്ത് എന്ന് പറഞ്ഞ പോയിന്റാണ് X0, Y0. X0, Y0 ഇരിക്കുമ്പോൾ സമയത്ത് എപ്പോഴും ഫീഡ് 0 ആയിരിക്കണം. X0, Y0 ഇരിക്കുന്ന സമയത്ത് ഫീഡ് 0 ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ എൻഡ് ഓഫ് ബ്ലോക്ക്. അടുത്തത് N02. ഇവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്? മില്ലിമീറ്റർ ആണോ ഇഞ്ചാണോ? ഏത് ടൈപ്പ് ഓഫ് ഇൻപുട്ട്? അപ്പം നമ്മൾ എന്ത് കോഡ് കൊടുക്കണം ഇവിടെ? G71 കൊടുക്കുന്നു. അടുത്ത് ഏത് ടൈപ്പ് പൊസിഷനിങ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്? ഏത് ടൈപ്പ് പൊസിഷനിങ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്? അബ്സല്യൂട്ട് ആണോ ഇൻക്രിമെന്റൽ ആണോ? പറഞ്ഞോ. ആരാ ലേറ്റ് ആയിട്ട് കയറിയ? ഇൻപുട്ട് കൊടുക്കുന്നത് മില്ലിമീറ്ററിലാണോ ഇഞ്ചസിലാണോ? ഇൻപുട്ട് കൊടുക്കുന്നത് മില്ലിമീറ്ററിലാണോ ഇഞ്ചസിലാണോ? ഇഞ്ചസിലാ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എല്ലാ ഇഞ്ചസിലാണോ ഫിഗർ തന്നേക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് 50, 30 എന്നെല്ലാം തന്നെങ്കിൽ ഇഞ്ചസിലാണോ?
മില്ലിമീറ്ററിനാണ് വന്നേക്കുന്നത്, ആണോ? യെസ് ഓർ നോ? അതിനുശേഷം ഏത് ടൈപ്പ് പൊസിഷനിങ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അബ്സല്യൂട്ട് ആണോ ഇൻക്രിമെൻ്റൽ ആണോ ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് ആണ്. അപ്പോൾ ഏത് കമാൻഡ് കൊടുക്കണം? G90. ഇനി ഞാൻ കൊടുക്കുന്ന ഫീഡ് എനിക്ക് മില്ലിമീറ്റർ പെർ മിനിറ്റിൽ മതി എന്നിരിക്കട്ടെ. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല ഫീഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കാം. ഇപ്പോൾ ഫീഡ് മില്ലിമീറ്റർ പെർ മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ ഏത് കൊടുക്കണം? മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ കൊടുക്കുവാണെങ്കിൽ ഏത് കൊടുക്കണം? ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് മില്ലിമീറ്റർ പെർ മിനിറ്റിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താണ് G94 എന്ന് പറയുന്ന കോഡാണ് കൊടുക്കുന്നത്. അതിനുശേഷം എൻഡ് ഓഫ് ബ്ലോക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? N03 അതിന് ശേഷം N03 സ്പിൻഡിൽ റൊട്ടേഷൻ സെലക്ട് ചെയ്യുക. സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് വേണോ ആൻറ്റി ക്ലോക്ക് വൈസ് വേണോ? സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് വേണോ ആൻറ്റി ക്ലോക്ക് വൈസ് വേണോ? യു ക്യാൻ സെലക്ട് എനിത്തിങ്, ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല ഏത് വേണമെന്ന്. ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് വേണോ ആൻറ്റി ക്ലോക്ക് വൈസ് വേണോ? ക്ലോക്ക് വൈസ്. സോ വിച്ച് കമാൻഡ് വി ഷുഡ് യൂസ്? M03 കമാൻഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് സെലക്ട് ചെയ്ത് ഇനി സ്പിൻഡിൽ സ്പീഡ് കൊടുക്കണം. അതിന് ഏത് കമാൻഡ് ഉപയോഗിക്കണ്ടേ? സ്പിൻഡിൽ സ്പീഡല്ല, ഫീഡ് റേറ്റ് കൊടുക്കണം. ഫീഡ് റേറ്റ് ഞാൻ ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കും, കാരണം നമ്പർ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഫീഡ് റേറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കുന്നു. ഓക്കെ, F100 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 100 എന്ന് പറയുമ്പോൾ എന്തുവാ അതിൻ്റെ മീനിങ്? എന്തുവാ? മില്ലിമീറ്റർ പെർ മിനിറ്റ്. ഇനി ഞാൻ സ്പിൻഡിൻ്റെ സ്പീഡ് കൊടുക്കണം. സ്പീഡ് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ 1000 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ S1000 കൊടുക്കുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിനകത്തും കോമൺ ആണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കോമണാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വർക്ക് പീസ് ഉണ്ടല്ലോ, ഇതല്ലേ വർക്ക് പീസ് അല്ലേ? ഇത് വർക്ക് പീസിൻ്റെ സ്റ്റാൻഡല്ലേ? ഇതിൻ്റെ തിക്നെസ് എത്ര? 20. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ടൂൾ എവിടെ ഇരിക്കുന്നത്? X0 Y0 Z എവിടെയാ? X0 Y0 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇതാ. Z എവിടെ വരും? ഈ 60. എവിടെയാണ് ടൂൾ വെച്ചേക്കുന്നത്? ഉണ്ടോ? ഇവിടെ അല്ലേ ടൂൾ വെച്ചേക്കുന്നത്? ഇപ്പം X0 Y0 എന്ന് പറയുമ്പോൾ ഏത് പോയിന്റാണ്? A എന്ന് പറയുന്ന പോയിന്റ് ആണോ? ഇത് B എന്ന് പറയുന്ന പോയിന്റ്. X0 Y0 Z 60 എന്ന് പറയുമ്പോൾ തന്നെ ഏത് പോയിന്റ് വരും? അതുകൊണ്ട് ഇവിടെ ടൂൾ വെച്ചേക്കുന്നത്. അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ ടൂൾ ഇവിടെ വെച്ചേക്കുന്നതിനകത്തുനിന്ന്? ഉണ്ടോ? അതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ P1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിട്ടാണ് വരുന്നത്? P1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തുവാ? P1 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തുവാ? 2530. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് ടൂൾ എവിടെ വന്നിരിക്കണം? X25 വരണം, Y30 വരണം, Z എവിടെ വരണം? Z എവിടെ വരണ്ടേ? ഈ പോയിന്റ് 0 അപ്പോൾ Z സത്യം പറഞ്ഞാൽ ഇവിടെ മുട്ടിച്ചു വെക്കണ്ടേ? ഇവിടെ ഏകദേശം ഇവിടെ അല്ലേ P1 വന്നേക്കുന്നത്? Z ഇവിടെ കൊണ്ട് മുട്ടിച്ചു വെക്കണ്ടേ? വേണം. പക്ഷേ ഞാൻ മുട്ടിച്ചു വെക്കുന്നില്ല. ഒരു ഈ ടൂൾ എവിടെ കൊണ്ടുവെക്കുന്നത്? ഇതിനൊരു 2 മില്ലിമീറ്റർ മുകളിൽ കൊണ്ടുവെക്കുന്നത്. 2 മില്ലിമീറ്റർ മുകളിൽ കൊണ്ടുവെക്കുന്നത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേന് വർക്ക് പീസെ മുട്ടിച്ച് വെക്കുമോ ടൂള്? ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വർക്ക് പീസെ മുട്ടിച്ച് വെക്കുമോ ടൂള്?
ചെയ്യുമോ? മുട്ടിച്ച് വെക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് ഇല്ല. നോക്കും. ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നത്, ആ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ടൂള് കൊണ്ടിട്ട് അടിക്കാൻ വെക്കുന്നത്, ഇങ്ങനെ അടിക്കാൻ വെക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കും വെക്കുന്നത് അല്ലേ? അതിന്റെ മണ്ടയ്ക്ക്. അപ്പം ഇതാണ് P1, ഇതാണ് P1 എന്ന് പറഞ്ഞ സാധനം. ഈ P1ൻ്റെ കോർഡിനേറ്റ്സ് എന്താ പറഞ്ഞത്? എക്സിൻ്റെ 25 ആണ് വരുന്നത്, വൈയുടെ 30 ആണ് വരുന്നത്. പിന്നെ ഇസഡിൻ്റെ സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ട്? -60 അല്ലേ പറഞ്ഞേ? -60 അല്ലേ പറഞ്ഞേ? P1ൻ്റെ കോർഡിനേറ്റ് എടുക്കുവാണെങ്കിൽ -60 വരാൻ കാരണം എന്താ? -60 വരാൻ കാരണം എന്താ? ടുവേർഡ്സ് ദ വർക്ക് പീസ് ആണ്. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇസഡിൻ്റെ 0. അപ്പോൾ ടുവേർഡ്സ് ദ വർക്ക് പീസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 60 ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ -60 ആണ് വരുന്നത്. പക്ഷേ നമ്മൾ -60 അല്ല കൊണ്ടുവെക്കുന്നത്. പിന്നെ എവിടെ വരുന്നത്? -58 കൊണ്ടുപോകുന്നത്. അതായത് ഇവ തമ്മിൽ 2 മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ടൂള് കൊണ്ടുവെക്കുന്നത്. ആണോ? ഇപ്പോൾ തമ്മിൽ 2 മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ടൂള് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ടൂളിൻ്റെ അടുത്ത പൊസിഷൻ P1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൂൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? P1 എന്ന് പറഞ്ഞ ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ടൂൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? എക്സ് എവിടെ കൊണ്ടുവെക്കണം? എക്സ് എവിടെ കൊണ്ടുവെക്കണം? വൈ എവിടെ കൊണ്ടുവെക്കണം? 30. ഇസഡ് എവിടെ ആയിരുന്നു വെക്കേണ്ടിയിരുന്നത്? -60 വെക്കേണ്ടിരുന്നത്. പക്ഷേ ഞാൻ ടൂള് വർക്ക് പീസെ മുട്ടിച്ച് വെക്കുന്നില്ല, ഒരു 2 മില്ലിമീറ്റർ പൊക്കിയേ വെക്കുന്നുള്ളൂ. അപ്പോൾ എത്ര കൊണ്ട് വെച്ചാൽ മതി? എടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പം -58 കൊടുത്തു, നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു 4 സെൻറ്റിമീറ്റർ പൊക്കി വെക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? -56 കൊടുക്കാം, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇത് പ്രോഗ്രാമറുടെ ലോജിക്ക് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് എപ്പോഴും എല്ലാവരും ഒരേപോലെ പ്രോഗ്രാം എഴുതണമെന്നില്ല. പക്ഷെ പ്രോഗ്രാം വർക്കായാൽ മാത്രം മതി, പ്രോഗ്രാം കറക്റ്റ് ആയാൽ മാത്രം മതി, ലോജിക്കലി കറക്റ്റ് ആയാൽ മതി. ന്യൂമറിക്കലി വാല്യൂ കൊടുക്കുന്നത് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ 2 മില്ലിമീറ്റർ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് -58 കൊടുത്തു. ഇപ്പോൾ ബിബിൻ വന്നിട്ട് പറയാം എനിക്ക് 2 മില്ലിമീറ്റർ വേണ്ട സാർ, എനിക്കൊരു 3 മില്ലിമീറ്റർ പൊക്കി വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വാല്യൂ കൊടുക്കണം? ഇസഡിൻ്റെ വാല്യൂ -57. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ടൂള് നമ്മുടെ ഡേറ്റ പൊസിഷനിൽ ഇരിക്കുക. ഡേറ്റ പൊസിഷൻ x0, y0, z0. z0 എന്ന് പറയുമ്പോൾ എവിടെ? z0 എന്ന് പറയുമ്പോൾ എവിടെയാ? z0 എന്ന് പറയുമ്പോൾ എവിടെയാ? z0 എന്ന് പറയുമ്പോൾ എവിടെ? z0 എന്ന് പറയുമ്പോഴത്തേന് 60 മില്ലിമീറ്റർ എബവ് ദ ടേബിൾ ആണ് z0 വരുന്നത്. ആണോ? ആണോ? എന്ത് പറ്റി? അതെ. അപ്പം നമ്മൾക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലോട്ട് നമുക്ക് ഈ ടൂളിനെ ട്രാൻസ്ഫേഴ്സ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് ഉപയോഗിക്കേണ്ടത്? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് ചെയ്യണം അല്ലേ? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡേറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് P1 എന്ന് പറഞ്ഞ് മുട്ടിയിരിക്കണ്ട. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഏതൊക്കെ? 25, 30, -58 ആ പോയിന്റിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് കൊടുക്കണം? G00 കൊടുക്കണം. അപ്പോൾ മെഷീന് മനസ്സിലാവും, മെഷീൻ കൺട്രോൾ വിളിച്ചിട്ട് മനസ്സിലാവും. ഓക്കെ, റാപ്പിഡ് ട്രാൻസ്ഫേഴ്സിനുള്ള കമാൻഡാണ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത എന്ത് കൊടുക്കണ്ടേ? എങ്ങോട്ടാണ് ട്രാൻസ്ഫേഴ്സ് ചെയ്യേണ്ടത് കൊടുക്കണം. അപ്പോൾ എന്ത് കൊടുക്കണം? എക്സ് എത്ര കൊടുക്കണ്ടേ? x25. വൈ എത്ര കൊടുക്കണ്ടേ? y30. ഇസഡോ? ഇസഡ് -58. ആണോ? ഇത്രയും ക്ലിയർ ആയോ? അടുത്ത എന്ത് വേണ്ടത്? എൻഡ് ഓഫ് ബ്ലോക്ക് അല്ലേ? ആണോ? ഇനി നമ്മൾ 2 മില്ലിമീറ്റർ മുകളിൽ കൊണ്ടുവച്ച ടൂളിന് ഇനി എനിക്ക് അടുത്ത് എന്തുവാ ചെയ്യണ്ടേ? 2 മില്ലിമീറ്റർ മുകളിൽ കൊണ്ടുവച്ച ടൂളിന് എനിക്ക് ഇനി അടുത്ത് എന്തുവാ ചെയ്യണ്ടേ? അടുത്ത് എന്ത് ഓപ്പറേഷൻ? മുട്ടിച്ചാൽ പോരാ. പിന്നെന്ത് കൊടുക്കണം? ഹോൾ ഇടണം. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ടൂള് അല്ലേ? അപ്പോൾ ഈ ഹോൾ ഇടണം എന്നുണ്ടെങ്കിൽ ടൂള് എവിടം വരെ മൂവ് ചെയ്യിക്കണം? ഇവിടെ ചെയ്താൽ മതിയോ? പോരാ. പിന്നെ ഈ ഒരു ബേസ് ബോട്ടം പൊസിഷനെക്കാളിലും കുറച്ചും കൂടെ മൂവ് ചെയ്യണം അല്ലേ? ആണോ?
കുറച്ചും കൂടെ മൂവ് ചെയ്യണ്ടേ, എന്നാലല്ലേ ഹോൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം ഞാൻ താഴോട്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 3 mm കൂടെ മൂവ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുക. അപ്പം നിങ്ങളൊരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ ഇടുമ്പോഴത്തേന് കറക്റ്റ് ബോട്ടം സർഫസിൽ കൊണ്ട് നിർത്തുമോ? കറക്റ്റ് ബോട്ടം സർഫസിൽ കൊണ്ട് നിർത്തുമോ? പിന്നെ എന്തുവാ, കുറച്ചും കൂടെ അങ്ങോട്ട് തുളയ്ക്കത്തില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, 3 mm 4 mm ഒക്കെ കൊടുക്കാം, ആണോ? അപ്പോൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ഓപ്പറേഷനാണ് അത്? ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണ്? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് G00 ആണ്. അടുത്തത് നമ്മൾ എന്താണ് ലീനിയർ ഇൻ്റർപോളേഷൻ അല്ലേ കട്ടിങ്? ലീനിയറിനായിട്ടല്ലേ കട്ട് ചെയ്തത്? ഹോൾ ഇടുക വെച്ചാൽ ലീനിയറായിട്ടല്ലേ ഹോൾ ഇടുന്നത്? ലീനിയർ ഇൻ്റർപോളേഷൻ്റെ കോഡ് എന്താണ്? ലീനിയർ G01 ആണ്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ എം സി യു അതായത് മെഷീൻ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാവും എന്ത് ലീനിയർ ഇൻ്റർപോളേഷൻ ആണ്. അപ്പോൾ ലീനിയർ ഇൻ്റർപോളേഷൻ വെച്ചാൽ ഒറ്റ ഒരു ഡയമെൻഷൻ മാത്രമേ വരത്തുള്ളൂ. ഏത് ഡയറക്ഷനിലാണ് ടൂൾ മൂവ് ചെയ്യുന്നത്? എക്സിൻ്റെയും വൈയുടെയും പോയിന്റ് ഫിക്സഡാണ്. പിന്നെ ഏത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ? എക്സിൻ്റെ വൈയുടെ ഡയറക്ഷൻ പോയിന്റ് ഫിക്സഡാണ്. ഇസഡ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇസഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്? നമ്മളിവിടെ ഏത് പൊസിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്? APS ആണ് ഉപയോഗിക്കുന്നത്. APS ഉപയോഗിക്കുമ്പോൾ എവിടെ നിന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുന്നത്? ഇവിടെ നിന്ന് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ടൂള് ഇവിടെ വരെ മൂവ് ചെയ്യണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? ഇത്ര എന്തായാലും 60 ഉണ്ട്. ഇത്ര 60 ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. പിന്നെ 20 മൂവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് ഒരു 3 mm കൂടെ മൂവ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് വരും? എത്ര? 60 + 20 + 83. വെറും 83 ആണോ? -83. കണ്ടോ? അടുത്ത എൻഡ് ഓഫ് ബ്ലോക്ക് കണ്ടോ? അപ്പോൾ ഈ ഒരു കമാൻഡ് കഴിഞ്ഞപ്പോൾ, ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹോൾ ഡ്രില്ല് ചെയ്തു. ഇനി നമുക്ക് ഇനി എന്തെടുക്കണം? ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് അതേ പൊസിഷനിൽ തന്നെ വെച്ചേക്കുവോ ടൂള്? പിന്നെ എന്തെടുക്കും? തിരിച്ച് നമ്മൾ വർക്ക് പീസിനെ കാട്ടിലും കുറച്ച് പൊക്കി വെക്കും, ആണോ? അപ്പോൾ അടുത്ത കമാൻഡ് എന്തുവാ? വീണ്ടും റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് അല്ലേ? മെഷീനിങ് ഓപ്പറേഷൻ ഉണ്ടോ അടുത്തതിനകത്ത്? അടുത്ത കമാൻഡ് എന്തുവാ? മെഷീനിങ് ആണോ ട്രാൻസ്ഫേഴ്സ് ആണോ? തിരിച്ചെടുക്കുക. അവിടെ മെഷീനിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ? അപ്പോൾ ഏത് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യണം? അതേതാ? G00 എന്നിട്ട് കമാൻഡ്, എന്നിട്ട് നമ്മൾ ടൂൾ എവിടെ കൊണ്ടുവെക്കുന്നത്? നമ്മൾ നേരത്തെ വെച്ച പോയിന്റിൽ തന്നെ കൊണ്ടുവെക്കുന്നത്. ഇസഡ് -58 തന്നെ കൊണ്ടുവെക്കുന്നത്. -58 നമ്മൾ നേരത്തെ വെച്ച പൊസിഷൻ ഇല്ല, വർക്ക് പീസിന് തൊട്ട് മുകളിലുള്ള പൊസിഷൻ ഇവിടെ കൊണ്ടുവെക്കുന്നത്. N07 G00 X50 Y80 Z -58. ഇപ്പോൾ ടൂൾ എവിടെ വന്ന് നിൽക്കുക? അതായത് പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിന്റെ 2 mm മുകളിൽ വന്ന് നിൽക്കുക. ഇനി അടുത്ത എന്തുവാ ചെയ്യേണ്ടത്? പറ. ഇനി അടുത്ത എന്തുവാ ചെയ്യണ്ടേ? പോയിന്റ് 2യുടെ മുകളിൽ വന്ന് നിൽക്കുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു ഡു നെക്സ്റ്റ്? ഡ്രില്ല് ചെയ്യണം. സോ വിച്ച് കമാൻഡ് ഷുഡ് ബി യൂസ്ഡ്? G01. ഡ്രില്ല് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇസഡ് ഡയറക്ഷനിൽ എത്ര ഡ്രില്ല് ചെയ്യേണ്ടത്? അബ്സല്യൂട്ട് പൊസിഷൻ സിസ്റ്റം ബേസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് കൊടുക്കാവുള്ളൂ. ഇസഡ് ഡയറക്ഷൻ ഡ്രില്ല് ചെയ്യുന്നത് എവിടുന്നാ? എത്ര ഡ്രില്ല് ചെയ്യേണ്ടത്? 20 ഡ്രില്ല് ചെയ്താൽ മതി. 20 ആണ് പ്ലേറ്റ് തിക്നെസ്. പക്ഷേ 20 ഡ്രില്ല് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് മൂവ് ചെയ്യണം അല്ലേ?
അപ്പോൾ ടോപ്പിൽ നിന്ന് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്ര വരും? എത്ര വരും? മൈനസ് അതെ -83 വരും. ഇസഡ് -83 കണ്ടോ. അപ്പോൾ അടുത്തത് എൻ്റെ ബ്ലോക്ക്. ഇനി എന്ത് കൊടുക്കണം? രണ്ടാമത്തെ ഹോൾ ഡ്രില്ല് ചെയ്തു. ഇനി നമുക്ക് ടൂള് തിരിച്ച് എവിടെ കൊണ്ട് വെക്കണം? രണ്ടാമത്തെ ഹോൾ ഡ്രില്ല് ചെയ്തു, ടൂള് തിരിച്ച് എവിടെ കൊണ്ട് വെക്കണം? P2-ന്റെ 2 mm ഉണ്ട്. അതെ, അതായത് അപ്പോൾ ഏത് കമാൻഡ് ഉപയോഗിക്കണം? G00 G00 ഇസഡ് -58 ആണോ? എൻഡ് ഓഫ് ബ്ലോക്ക്. ഇനി അടുത്തത് നമ്മൾ എവിടെ കൊണ്ട് വെക്കണം? അടുത്ത നമ്മൾ എവിടെ കൊണ്ട് വെക്കണം? അപ്പോൾ ഏത് കമാൻഡ് ഉപയോഗിക്കേണ്ടത്? ഏത് കമാൻഡ് ഉപയോഗിക്കേണ്ടത്? G01 റാപ്പിഡ് ട്രാൻസ്ഫേഴ്സിനോ? അല്ലല്ല 00 എക്സ് എത്ര? P3 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. P3യുടെ കോർഡിനേറ്റ്സ് എത്ര? എക്സ് 100, വൈ 110. ഇസഡ് എവിടെ കൊണ്ട് വെക്കാൻ പോകുന്നത്? ഞാൻ ഇസഡ് എവിടെയാണ് കൊണ്ട് വെക്കാൻ പോകുന്നത്? ഞാൻ -58 കണ്ടോ. -58 തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. -57 -56 ഒക്കെ വെക്കാം. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്തുവാ? അപ്പോൾ P3 എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്തുവാ ചെയ്യണ്ടേ? പറ. ഡ്രില്ല് ചെയ്യണം. N11 അല്ലേ? ഡ്രില്ല് ചെയ്യുന്നതുകൊണ്ട് ഏത് കമാൻഡ് ഉപയോഗിക്കണ്ടേ? G01. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഡ്രില്ല് ചെയ്യണം? -83. ഡ്രില്ല് ചെയ്തു. ഇനി നമുക്ക് എന്തെടുക്കണം? ടൂള് വീണ്ടും നമ്മൾ എങ്ങോട്ട് കൊണ്ടുവെക്കുന്നത്? P3 2 mm ഉണ്ടേക്ക്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനകത്ത് 3 ഹോളുള്ളായിരുന്നു, P1 P2 P3. അപ്പം നമ്മൾ എല്ലാ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞു ആണോ? എല്ലാ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി തിരിച്ച് നമ്മുടെ ഒറിജിനിൽ കൊണ്ട് വെക്കണം. തിരിച്ച് നമ്മുടെ ഒറിജിനിൽ കൊണ്ട് വെക്കണം ടൂള്. അപ്പോൾ എന്തുവാ? N13 എവിടോട്ട് പോകണം ടൂള്? ഏത് കമാൻഡ് ഉപയോഗിക്കണ്ടേ റാപ്പിഡ് ട്രാൻസ്ഫേഴ്സിന്? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് G00 X0 Y0 Z0 എൻഡ് ഓഫ് ബ്ലോക്ക്. ഇത്രയേ ഉള്ളൂ കമാൻഡ്. മനസ്സിലായോ? 10 മാർക്കാണ്. ഈ ഒരു പ്രോഗ്രാം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക. ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഓരോ ക്ലാസ് കഴിയുന്നവരും കോംപ്ലിക്കേറ്റഡ് ആയിട്ടേ പോകത്തുള്ളൂ പ്രോഗ്രാംസ്. അപ്പോൾ ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല, ഇത് കയ്യിൽ നിന്ന് പോകും. നമ്മൾ തനിയെ എടുത്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, വേണ്ട എന്ന് വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വേണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഈ പ്രോഗ്രാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പ്രോഗ്രാം ആണ് ഇതിൻ്റെ ബേസിക് പ്രോഗ്രാം. ഇത് വെച്ചിട്ടാണ് ഇനി ഫില്ലറ്റ് ഓപ്പറേഷൻ ഉണ്ട്, കോണ്ടോറിങ് ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പ്, കോംപ്ലക്സ് ഷേപ്സ് ഒക്കെ വരും. അപ്പോൾ അതെല്ലാം ചെയ്താലും നമുക്ക് എന്താ പറയുക, ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം തനിയെ ഒന്ന് ബുക്കിലോട്ട് ഒന്ന് എഴുതുക. 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ് സമയം തന്നിട്ട് ഈ പ്രോഗ്രാം തനിയെ ഒന്ന് ബുക്കിലോട്ട് എഴുതുക. സംശയമുള്ള മറ്റേ N13 നമ്മൾ ലാസ്റ്റ് കൊണ്ട് വെക്കുമ്പോൾ Z 0 ആണോ അതോ 60 ആണോ വരുന്നത്? Z 60 അല്ല, Z
ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്താ പറയുന്നത് 60 എന്ന് പറയുന്ന പോയിൻ്റ് ആണ് സത്യം പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായില്ലേ? വർക്ക് പീസിൽ നിന്ന് 60 ഡിസ്റ്റൻസ് മുകളിലോട്ടുള്ള പോയിൻ്റാണ് ഇസഡ് 0 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇസഡ് 0 എന്ന് പറയുമ്പോൾ ആ പോയിന്റിലാണ് പോയിരിക്കുന്നത്. നമ്മൾ ഇസഡ് -50 എന്നൊക്കെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? ആ പോയിന്റിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടല്ലേ -58 വരുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു പോയിന്റിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടല്ലേ -58 വരുന്നത് അല്ലേ? അതെ സർ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. 2 മിനിറ്റ് സമയം തരും, സ്വന്തമായിട്ട് എഴുതി നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പേര് വിളിക്കുന്ന ആൾക്കാർ ഞാൻ ഏതെങ്കിലും ഒരു ലൈൻ പറയും, N04 അല്ലെങ്കിൽ N08 N010, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടി വരും. അത് മാത്രമല്ല ആ പേര് വിളിക്കുന്ന ആൾ നമ്മുടെ നോട്ട്ബുക്ക് കാണിക്കണം. നിങ്ങൾ ആ പ്രോഗ്രാം ബുക്കിനകത്ത് എഴുതാൻ എനിക്ക് കാണുകയും വേണം. ഓക്കെ.